നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിൽ കൊറോണയുടെ ഭീതി വർദ്ധിച്ചതിനെ തുടർന്ന് വിവിധ രാജ്യങ്ങളിലേക്കുള്ള യാത്ര നിരോധിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ പ്രതിസന്ധിയിലായിരുന്നു പ്രവാസികൾ ഏവരും. എന്നാൽ ഇതാ യാത്രാ നിരോധനം കാരണം കുവൈറ്റിലെത്താൻ കഴിയാത്ത വിദേശികൾക്ക് ഇഖാമ കാലാവധി കഴിഞ്ഞാലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന ശുഭവാർത്തയാണ് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കുന്നത്. വിദേശത്തായിരിക്കെ തന്നെ അത്തരക്കാരുടെ ഇഖാമ പുതുക്കി നൽകാൻ തീരുമാനിച്ചതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസാനുമതികാര്യ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ തലാൽ അൽ മറാഫി പറയുകയുണ്ടായി. തൊഴിൽ വിസയിലുള്ളവർ, ഗാർഹിക തൊഴിലാളികൾ എന്നിവർക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് കഴിയേണ്ടി വന്നവരാണെങ്കിലും പ്രത്യേക പരിഗണന ലഭിക്കുന്നതായിരിക്കും. ഇഖാമ പുതുക്കി കിട്ടാൻ ചെയ്യേണ്ടത് ഇവയൊക്കെയാണ്. തൊഴിൽ വിസയിലുള്ളവരുടെ കമ്പനി പ്രതിനിധികൾ അതാത് ഗവർണറേറ്റ് മാൻ പവർ അതോറിറ്റി ഓഫീസുകളിൽ നിന്ന് ആദ്യം വർക്ക് പെർമിറ്റ് സമ്പാദിക്കണം. തുടർന്ന് താമസാനുകാര്യ വിഭാഗത്തിൽ ചെന്ന് ഇഖാമ പുതുക്കി വാങ്ങണം. പാസ്പോർട്ട് കാലാവധിയുള്ളതായിരിക്കണം നിബന്ധനയുണ്ട്. ഗാർഹിക തൊഴിലാളികളുടെ താമസാനുമതികാര്യ വിഭാഗത്തിൽ ചെന്ന് ഇഖാമ പുതുക്കാൻ അപേക്ഷിക്കുകയും ചെയ്യണം. എന്നാൽ ആശ്രിത വിസക്കാർ അറിയേണ്ടത്, കുടുംബ വിസയിലുള്ളവർ വിദേശത്തായിരിക്കെ ഇഖാമ തീർന്നതാണെങ്കിൽ കുടുംബനാഥൻ അതായത് സ്പോൺസർ സമീപിച്ചാൽ ആശ്രിതരുടെ ഇഖാമ പുതുക്കി കിട്ടും. കുടുംബനാഥൻ വിദേശത്തായിരിക്കെ കുവൈറ്റിലുള്ള ആശ്രിതരുടെ ഇഖാമ കാലാവധി അവസാനിക്കുകയാണെങ്കിൽ ആശ്രിതർ നേരിട്ട് താമസാനുമതികാര്യ വിഭാഗത്തിൽ ചെന്ന് ഇഖാമ യാന്ത്രികമായി റദ്ദാക്കപ്പെടും എന്നതാണ് നിലവിലുള്ള നിയമം. പുതിയ സാഹചര്യത്തിൽ അങ്ങനെ കഴിയേണ്ടി വന്നവരാണെങ്കിൽ 6 മാസം എന്നത് കണക്കാക്കാതെ ഇഖാമയിലെ കാലാവധിക്കനുസരിച്ച് കുവൈറ്റിൽ എത്തിയാൽ മതിയാകുന്നതായിരിക്കും. ഇഖാമയിൽ കാലാവധി അവശേഷിക്കുന്നില്ലെങ്കിൽ 3 മാസം കൂടി അനുവദിക്കുന്നതായിരിക്കും. കുവൈറ്റിൽ സന്ദർശന വിസയിലുള്ളവർ വിസ കാലാവധി അവസാനിച്ചിട്ടുണ്ടെങ്കിൽ 2 മാസത്തേക്ക് കൂടി കാലാവധി ദീർഘിപ്പിച്ചു നൽകുകയും ചെയ്യും. എല്ലാ ഇനം സന്ദർശക വിസയ്ക്കും ഈ ആനുകൂല്യം ബാധകമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.